മലങ്കര സഭയെ നേർവഴിക്ക് നയിക്കുന്ന നല്ല ഇടയൻ മാനേജിംഗ് കമ്മിറ്റി അംഗത്തിന് സ്വന്തം പള്ളിയിൽ ട്രസ്റ്റിയാകാൻ പറ്റിയില്ല. പള്ളിക്കാർ ഓടിച്ച ഓട്ടത്തിന് കയ്യും കണക്കുമില്ല. തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ആയൂർ നീർക്കോട് പള്ളിയിലാണ് കൊടും വിമതൻ തലയിൽ മുണ്ടുമിട്ടോടിയത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു പൊതുയോഗവും തെരഞ്ഞെടുപ്പും. ട്രസ്റ്റി സ്ഥാനത്തേക്ക് ഈ വിമത നേതാവ് കയറി എനിക്ക് ആവണമെന്നും പറഞ്ഞ് കയറി അങ്ങ് നിന്നു. എതിരായി മത്സരിച്ചത് ആയൂർ ബിജുവും. എന്തു ചെയ്യും? ബിജുവിന്റെ അടുത്തെങ്ങും നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത ഈ വിമത മാനേജിംഗ് കമ്മിറ്റി അംഗം ഒടുവിൽ പോയ വഴിയിൽ പോലും പുള്ളി കിളിർക്കില്ല. പള്ളിയുടെ ഭണ്ഡാരമേൽപ്പിക്കാൻ പറ്റിയ പാർട്ടിയാ. ഇടമുഴയ്ക്കൽ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടാത്തതിൽ ഹൈക്കോടതി വരെ കേസ് കിടക്കുക. ആ സംഭവത്തിൽ നിന്ന് ഇടവകക്കാർക്ക് മനസ്സിലായി പണപ്പെട്ടിയുടെ താക്കോൽ ഏൽപ്പിച്ചാൽ പള്ളിക്ക് പകരം സ്വന്തം കീശ വീർക്കുമെന്ന്. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ട്രസ്റ്റിയാകാൻ നിന്ന് തലയിൽ മുണ്ടുമിട്ട് ഓടിയത്. ഭദ്രാസനത്തിൽ വിമത പ്രവർത്തനം നടത്തുന്ന ഇവനൊന്നും ഇനി ജന്മത്തിൽ പള്ളിയിലോ ഭദ്രാസനത്തിലോ ഒരു സ്ഥാനത്തും എത്തില്ല. സഭയെയും ഭദ്രാസനത്തെയും നശിപ്പിക്കുന്ന വിമത പ്രവർത്തനം നടത്തുന്ന ഇവന്മാർ ഓടാൻ കിടക്കുന്നതേയുള്ളൂ. ഇവന്മാർ ഭദ്രാസനത്തിനെതിരെ ദേവലോകത്ത് സമരം ചെയ്യാൻ പോയപ്പോഴേ വിശ്വാസികൾ മനസ്സിലാക്കി. അന്നേ അവർ തീരുമാനിച്ചു ഒരു സ്ഥാനത്തും ഇവന്മാരെ കയറ്റിയിരുത്തതെന്ന്. ഇവന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു വൈദികൻ ഇപ്പോൾ തെക്ക് വടക്ക് നടക്കുക. കയ്യിലിരുന്നതും പോയി, കിഴക്കുനിന്ന് വന്നതും പോയി. മാനേജിംഗ് കമ്മിറ്റി അംഗമായപ്പോഴേക്കും അഹങ്കാരം തലക്കി പിടിച്ചു. മെഡിക്കൽ സീറ്റ് തട്ടിപ്പിൽ ആപ്പായി. ഇപ്പോൾ കൂടെ നിന്നവരുമില്ല, പങ്ക് പറ്റിയവരുമില്ല.